ഇടുക്കി ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസ് അഹ്സനുദ്ദീൻ മാനുള്ളയുടെ ബെഞ്ചാണ് ഹർജിയിൽ വിധി പുറപ്പെടുവിച്ചത്. എ രാജ 7000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി കുമാറിന്റെ ഹർജി പരിഗണിച്ചാണ് 2023 മാർച്ചിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതി വിധി. ഹൈക്കോടതി വിധിക്കെതിരെ രാജ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തിരുന്നു. എ രാജയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വി ഗിരി, അഡ്വക്കേറ്റ് ജി പ്രകാശ് എന്നിവർ ഹാജരായി. എ രാജയ്ക്ക് അധികൃതർ അനുവദിച്ച ജാതി സർട്ടിഫിക്കറ്റിന്റെ നിയമസാധുത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചിരുന്നു. 1951 രാഷ്ട്രപതിയുടെ ഉത്തരവിന്റെ ആനുകൂല്യം എ രാജയുടെ അച്ഛന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കില്ലെന്ന എതിർഭാഗത്തിന്റെ വാദവും സുപ്രീം കോടതി ചോദ്യം ചെയ്തു. 1951 ഉത്തരവ് അനുസരിച്ച് രാജയുടെ പിതാവിന്റെ മാതാപിതാക്കൾ സ്ഥിര നിവാസികളായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് ആയിരുന്നു ഡി കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ നരേന്ദർ ഹൂഡയുടെ വാദം. ഈ ഉത്തരവിലെ സ്ഥിര നിവാസി എന്ന പ്രയോഗത്തെ വ്യാഖ്യാനിക്കുന്ന കോടതിയുടെ മുൻ ഉത്തരവുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് അഭയ് എസ് ഓഖ നിർദ്ദേശിച്ചു. കൃത്യമായ വ്യാഖ്യാനമുള്ള വിധിന്യായങ്ങൾ ലഭ്യമല്ലെന്നും സമാനമായ വിഷയത്തിലുള്ള മറ്റ് വിധിന്യായങ്ങൾ ഉപയോഗിച്ച് വാദങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കണമെന്നും നരേന്ദർ ഹൂഡ അപേക്ഷിച്ചു. എന്നാൽ ഈ അപേക്ഷ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പഴയ വാദങ്ങൾ ആവർത്തിച്ച് കോടതിയുടെ സമയം പാഴാക്കരുതെന്നും സുപ്രീം കോടതി തിരിച്ചടിച്ചു. രാജയുടെ പിതാവിന്റെ മാതാപിതാക്കൾ തമിഴ്നാട്ടിലെ സ്ഥിരവാസികളാണെന്ന നരേന്ദർ ഹൂഡയുടെ വാദവും ജസ്റ്റിസ് അഭയ് എസ് ഓഖ അംഗീകരിച്ചില്ല.